ഹലോ ഗായ്സ്, അപ്പോൾ ഇതിനെ നമുക്ക് നല്ല പച്ച മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫ്രഷായിട്ട് ഇപ്പോൾ പൊട്ടിച്ചാണ് കേട്ടോ. അപ്പോൾ ഇതിനെ വാപ്പാടെ കൂട്ടുകാരൻ മാങ്ങ പൊട്ടിക്കാൻ പോയപ്പോൾ കൊടുത്താണ് കേട്ടോ. പൊട്ടിയത് കടയിൽ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ വാപ്പാക്ക് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് അച്ചാറല്ല കേട്ടോ, ഇന്ന് വേറൊരു ഐറ്റം ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഈ മാങ്ങയൊക്കെ ഞാനൊരു പ്ലേറ്റിലോട്ട് ഇതുപോലെ അങ്ങ് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ പണി ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഇതുപോലെ ഈ മാങ്ങ എടുത്തിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഭാഗവും അതുപോലെ തന്നെ ആ ഭാഗവും കൂടി ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ എല്ലാ മാങ്ങയും ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ പൊട്ടിയതായതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പും അതുപോലെ തന്നെ സുർക്ക ഒഴിച്ച് ഉണക്കിയെടുക്കണം. പണ്ടത്തെ അമ്മമാരൊക്കെ ഉണ്ടാക്കിയെടുക്കുമല്ലോ, അടമാങ്ങ എന്നാണ് കേട്ടോ പറയുക, നിങ്ങൾക്കറിയാമെന്നറിയില്ല. അപ്പോൾ അത് പണ്ട് കറികളിൽ ഉപയോഗിക്കും, അതുപോലെ തന്നെ അച്ചാറുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കും. അങ്ങനെയൊക്കെ മീൻ കറിയിലൊക്കെ ഇട്ടാൽ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. കല്ലുപ്പ് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ, അതാണ് ടേസ്റ്റ്. വേണമെങ്കിൽ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം, ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഒരു പരന്ന പാത്രത്തിൽ ആക്കി കൊടുക്കാം. ഉപ്പ് പോരെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കാണുമ്പോൾ കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ ഒരു പീസ് എടുത്ത് കഴിച്ചു കേട്ടോ. ഇനി നമുക്ക് കുറച്ച് സുർക്കയും കൂടി ഒഴിച്ച് കൊടുക്കാം. മാങ്ങയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെയിലത്ത് വെച്ച് ഒരു 5-6 ദിവസം ഉണക്കിയെടുത്താൽ ഇത് ആകെപ്പാടെ ഇതിൻ്റെ കളറൊക്കെ മാറി ബ്രൗൺ കളറാകും കേട്ടോ. അപ്പോൾ ഇതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അടിപൊളി ടേസ്റ്റ്.